കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയോട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ രാവിലെ സച്ചി ഓട്ടം പോകാൻ തുടങ്ങുന്ന സമയത്ത് രേവതി സച്ചിനെ കൊണ്ടുവന്ന് നിലവിളക്കൊക്കെ കൊളുത്തിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പൊ ഈ സമയത്ത് സച്ചി ഓർത്തിപ്പോൾ എന്ത് ഇതിന് മാത്രം പ്രാർത്ഥിക്കാനുള്ളത്. അപ്പൊ സച്ചി പതുക്കെ കണ്ണടച്ച് നോക്കുന്നുണ്ട്. ഇവള് ശരിക്കും പ്രാർത്ഥിക്കുവാണോ അതോ ഇനിയിപ്പോ തന്നെ നോക്കുന്നുണ്ടോ എന്നൊക്കെ. അങ്ങനെ നോക്കുമ്പോ രേവതിയും കണ്ണുറന്ന് നോക്കുവാണ്. സച്ചിയും രേവതിയും കൂടെ പരസ്പരം കണ്ണും നോക്കി നിൽക്കുന്നൊക്കെ ഉണ്ട്. ഈ സമയത്താണ് രവീന്ദ്രൻ നടക്കാനായിട്ട് രാവിലെ ഇറങ്ങി വരുന്നത്. നോക്കി കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ അവിടെ പാസ് ചെയ്ത് പോകുമ്പോൾ കാണുന്ന കാഴ്ച സച്ചിയും രേവതിയും കൂടെ പൂജാമുറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന. ഒന്നുകൂടെ കണ്ണു തിരുമ്മി നോക്കി താൻ കാണുന്ന സത്യമാണോ അതോ ഇനിയിപ്പോ വല്ല സ്വപ്നമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അല്ല, സ്വപ്നമൊന്നുമല്ല, സത്യമായിട്ടുള്ള കാര്യമാണ്. ഇത് കണ്ടപ്പോൾ അത്ഭുതമാണ് രവീന്ദ്രന് തോന്നിയത്. പെട്ടെന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേനും പറഞ്ഞു രവീന്ദ്രൻ പറഞ്ഞു, കൊള്ളാം, ഇങ്ങനെ ഒരു കാഴ്ച കാണാനായിട്ട് ഞാൻ എത്ര ആഗ്രഹിച്ചെന്നറിയോ. നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു മോളെ. അവനെ നീ അങ്ങനെ അവസാനം ഒരു നല്ലവനാക്കാൻ തന്നെ തീരുമാനിച്ചല്ലേന്ന് ചോദിക്കുകയാണ്. ഇതേടെ സച്ചു പറഞ്ഞു, അപ്പൊ ഇത്രയും കാലം ഞാൻ ചീത്തയായിരുന്നാണ് അച്ഛൻ പറഞ്ഞത്. എടാ അങ്ങനെയല്ല, എന്നോട്ടാ നീ ഇങ്ങനെയൊക്കെ തുടങ്ങിയത്. ഒരു വണ്ടി ഓടിക്കാൻ പോകുമ്പോഴൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണം, ഒരു നല്ല കാര്യത്തിന് പോകുന്ന സമയത്ത് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണം എന്നൊക്കെ. അതൊക്കെ രേവതി വന്നേ പിന്നെയല്ലേ നീ. അല്ലെങ്കിൽ നീ പൂജാമുറിയിലേക്ക് കയറിയിട്ടുണ്ടോ, ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല, ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും വർഷങ്ങളായി ഇനി അച്ഛൻ അത് പറഞ്ഞാൽ എന്ന് പറയണം. അപ്പൊ രേവതി ഞാൻ പെട്ടെന്ന് ചായ എടുത്തോണ്ട് വേണ്ട സമയമില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ചായ കുടിച്ചിട്ട് പോയാൽ മതി. എന്നാൽ ഞാനും കൂടെ വരാം. നീ അല്ലെങ്കിൽ അവിടെ പോയി നീ കണ്ടു, ഇനി അരമണിക്കൂർ പിടിക്കുന്നതാണ്. അങ്ങനെ സച്ചിയും കൂടെ അടുക്കളയിലേക്ക് ചെല്ലുവാണ്. പെട്ടെന്ന് രേവതി കോഫി വെച്ചു ഒന്ന് ആറ്റിത്താ, അല്ലെങ്കിൽ എനിക്ക് സമയം പോകുന്നു പറയണേ. രേവതി ഇടുന്ന സമയമൊന്നും പോകത്തില്ല, ധൈര്യമായിട്ടിരിക്കുക. 6 മണിക്കല്ലേ പോണ്ടേ, പിന്നെ എന്തിനാ ഇങ്ങനെ കിടന്ന് ധൃതി പിടിക്കണേന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സച്ചിക്ക് കോഫിയൊക്കെ ആറ്റി കൊടുത്ത് സച്ചി കുടിച്ചിട്ട് എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുവാണ്. ഈ കാഴ്ചയെല്ലാം കണ്ടപ്പോൾ രവീന്ദ്രന്റെ കണ്ണ് ശരിക്കും നിറഞ്ഞുപോയി. രവീന്ദ്രൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഇവ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ അടുപ്പത്തിലാവുന്ന. അമ്മയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാന് എന്തായാലും ഗുണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ. അങ്ങനെ സച്ചി ടാറ്റയെ കൊടുത്തിട്ട് പോവാണ് രേവതിക്ക്. ഈ കാഴ്ച കണ്ടപ്പോൾ രവീന്ദ്രന് സന്തോഷമായി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ രേവതിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, മോളെ ഇനി ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നതാണ്. എന്താ അച്ഛാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച കണ്ട് എത്രമാത്രം ആഗ്രഹിച്ചെന്നറിയാവോ. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് നിന്നെ അവൻ ഒരിക്കലും മനസ്സിലാക്കുന്ന ദിവസം വരുന്നത്. ഇങ്ങനെ പോയിട്ട് അധികം വൈകാതെ തന്നെ നിങ്ങൾ ഒന്നാം ധൈര്യമായിട്ടിരിക്കുമ്പോളെ എനിക്കറിയാം നിന്റെ മനസ്സിന്റെ നന്മ എത്രമാത്രമാണ്. അവനും അതുപോലെ തന്നെയാ, മനസ്സിൽ നന്മയുള്ളവനാ. നീ കണ്ടവർക്ക് അതേ കാലം ഇങ്ങനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. ഇനി കണ്ടു നിങ്ങൾ നല്ല ജീവിതം ജീവിക്കും, എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങോട്ട് പോവാണ്. രേവതിക്ക് ഇതൊക്കെല്ലാം കേട്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി. പിന്നീട് നേരം എടുത്തു കഴിഞ്ഞപ്പോൾ രേവതി നേരെ ശ്രീകാന്തിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ശ്രീകാന്തിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യമുണ്ട്. എന്താ കാര്യം എടുത്തി? അതെ, അന്ന് രക്ഷിച്ചൊരു പെൺകുട്ടി ഉണ്ടല്ലോ, അവളെ നമുക്കൊന്ന് കാണാൻ പോയാലെന്ന് ചോദിക്കും. ഏത് പെൺകുച്ച? അല്ല അദ്ദേഹത്തെ രക്ഷിച്ചേ സച്ചേനെ. ഓ വർഷ, അവളെ കുറിച്ചാണോ പറഞ്ഞത്? ആ അവളെ തന്നെയാ. ഒന്ന് കാണാൻ പോയാലെന്ന് ചോദിക്കുന്നുണ്ട്. അതിനെന്താ, കാണാൻ പോയാലോ, എനിക്ക് കണ്ടൊരു ഒരു നന്ദി പറയണതൊക്കെ ഉണ്ടെന്ന് പറയണം. ശരി പോയേക്കാന്ന് പറയണം. പിന്നെ വേറെ കാര്യം കൂടെ ഉണ്ട്. എന്താ അറിയാലോ, ഇന്നലെ രാത്രി തന്നെ അദ്ദേഹം വല്ലാത്ത ടെൻഷനിലായിരുന്നു, വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു. ആ വണ്ടിക്കകത്ത് കഞ്ചാവ് വെച്ച ആരാണെങ്കിലും അവനെ കൈയോടെ പിടികൂടുമെന്നും പറഞ്ഞ് അദ്ദേഹം ഇരിക്കുന്നേ. അവനെ പിടികൂടിയിട്ട് അവനെ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത ടെൻഷനിലും ദേഷ്യത്തിലും ആയിരുന്നു. എനിക്ക് അതൊക്കെ ഓർക്കും പേടിയാവുക. ആ ഗജാനന്ദൻ എങ്ങാനും എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ഗജാനന്ദന്റെ കാര്യത്തിൽ ഒരു തീരുമാനം. ഏട്ടത്തി വിഷമിക്കേണ്ട, അറിയാൻ പോകുന്നില്ലോ. അതെ ശ്രീ നീ പറയരുത് കേട്ടോ, ദേവനോട് ഞാൻ പറയും. പറഞ്ഞേക്കല്ലെന്ന് ദൈവം പറയത്തൊന്നുമില്ല. എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത പ്രശ്നം അതായിരിക്കും. ആ ഗജാനന്ദനുമായിട്ട് ഇനിയും വീണ്ടും ഒരു അടിക്കും വഴക്കിനും പോയിട്ടുണ്ടെങ്കിൽ പോലീസ് കേസ് ആയിട്ടുണ്ട് അറിയാലോ. ഇപ്പൊ തന്നെ ഒരു കേസ് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നുള്ളൂ. ഇങ്ങനെ അടിക്കടി കേസും കൂട്ടമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാകാൻ നീ നോക്കണം കേട്ടോ ശ്രീ എന്ന് പറയണേ. ഏട്ടത്തി അതൊന്നും പേടിക്കണോട്ടോ, ഞാനൊരു കാരണവശാലും പറയാൻ പോകുന്നില്ല. ഇനിയിപ്പം ഏട്ടനെങ്ങാനും പോയി കണ്ടുപിടിച്ചാൽ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയണം. കുഴപ്പമില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ശരി അത് ഞാൻ ഇപ്പൊ തന്നെ വരാം, അകത്ത് കയറി പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. പോയിട്ട് വരുമ്പോൾ കവറൊക്കെ ആയിട്ടാ വരുന്നത്. ഇതെന്താ ഏട്ടത്തിന്ന് ചോദിക്കണേ. ഇതൊക്കെ ഉണ്ടെന്ന് പറയണ. അങ്ങനെ രണ്ടുപേരും കൂടെ പോവാണ്. അങ്ങനെ സ്റ്റുഡിയോയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം വർഷ സ്റ്റുഡിയോയ്ക്കുള്ളിലായിരുന്നു. അപ്പൊ ഇവര് ഡബിൾ സ്റ്റുഡിയോയിലാണ്ട് വർഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. അങ്ങനെ ഡബിങ് എല്ലാം കഴിഞ്ഞ് മടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വർഷനെ ശ്രീകാന്തിനെ കണ്ടപ്പം വർഷ ചോദിച്ചു, ആഹാ കൊള്ളാലോ, രണ്ടുപേരും കൂടെ സർപ്രൈസ് വിസിറ്റ് ആണോന്ന് ചോദിക്കും. അല്ല ഇവിടം വരെ വന്നപ്പം ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി ഇങ്ങോട്ട് കയറിയാന്ന് പറയണ. ജയത് പറഞ്ഞു, എനിക്കൊരു നന്ദി പറയണം. അന്നാണെങ്കിൽ ഒന്ന് കണ്ടിട്ട് പിന്നെ വന്ന് കാണാനോ ഒന്ന് നന്ദി വാക്ക് പറയാനും പോലും പറ്റില്ല. അല്ല എന്തിനാ ചേച്ചി നന്ദി പറയണേ?
അല്ല അദ്ദേഹത്തെ രക്ഷിച്ചില്ലേ? ആ സമയത്ത് നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾ എന്ത് ചെയ്തേനം? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദൈവത്തെ പോലെ തന്നെ ആ സമയത്ത് വർഷനെ കണ്ടേ. വർഷം ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു കാരണവശാലും ജയിലിൽ നിന്ന് ഇറങ്ങത്തില്ലായിരുന്നു. അതൊക്കെ ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ട് വർഷയുടെ നേരെ നോക്കി കൈവപ്പോ. ഇതിനൊക്കെ ഇത്ര മാസം നന്ദി പറയേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ എന്ന് പറയണം. അതൊക്കെ വിട്ടു കളഞ്ഞേരെ. ഇവനെന്റെ ഫ്രണ്ട് അല്ലേ? അപ്പൊ ഇവൻ എന്തായാലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവനെ ഹെൽപ്പ് ചെയ്യേണ്ട ആളും കൂടെ ഞാനല്ലേ? അതുകൊണ്ടല്ലേ അവനത് പറഞ്ഞ ഉടനെ ഞാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടെ. അതിനകത്തൊന്നും അത് കഥയൊന്നും ഇല്ലാന്ന് പറയണം. പിന്നീട് വർഷമായിട്ട് കുറെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു രേവതി പറഞ്ഞു, അതെ ഞാൻ വർഷയ്ക്ക് വേണ്ടി ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഇഷ്ടപ്പെടുമോ എന്നറിയില്ല എന്ന് പറയാം. എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? അല്ല ശ്രീകാന്ത് പറഞ്ഞിട്ടുണ്ട് വർഷയ്ക്ക് വെറൈറ്റി ഫുഡ്സും അല്ല ഫുഡ്സിനോടൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും എന്ന്. അപ്പൊ അതുകൊണ്ട് വർഷയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നാ. പക്ഷെ ശ്രീകാന്ത് ഉണ്ടാക്കുന്ന പോലെ അത്രയ്ക്ക് നന്നായി ടേസ്റ്റ് ഒന്നും കാണത്തില്ല എന്ന് പറയും. അതൊന്നും കുഴപ്പമില്ല, ചേച്ചിയും എടുക്കുക, ഞാൻ നോക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ വർഷയ്ക്ക് അത് കൊടുക്കുവാണ്. അത് കൊടുത്ത് കുറച്ച് കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വർഷം നോക്കി ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, കൊള്ളാല, സൂപ്പർ ആയിട്ടുണ്ട്. ഇത് ശ്രീ ഉണ്ടാക്കുന്നേക്കാളും സൂപ്പർ ആട്ടോ. ഒരു കാര്യം ചെയ്യ്, ശ്രീ തുടങ്ങുന്ന പുതിയ റെസ്റ്റോറൻറ്റിലേക്ക് ചേച്ചിയും കൂടെ പൊക്കോ, അവിടെ മെയിൻ ഷെഫായിട്ട് ഇരുന്നോളാൻ പറയണം. ശ്രീ പറഞ്ഞു അതങ്ങനെയാണല്ലോ, ഇത്രയും ദിവസം ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിനായിരുന്നു ടേസ്റ്റ്. ഇപ്പൊ കണ്ടില്ലേ ഏട്ടത്തി ഉണ്ടായി കണ്ടു വന്നപ്പോഴത്തേനും അവള് കാല് വരുത് കണ്ടോന്ന് പറയണം. അങ്ങനെ പോകാൻ സമയമായപ്പോഴത്തേനും വർഷ ചോദിച്ചു, അല്ല ഈ ഡബിൾ സ്റ്റുഡിയോ എങ്ങനെ ഇരിക്കണേ? അവിടെ വർഷ എന്താ ചെയ്യുന്നത് എങ്ങനെയാന്നൊക്കെ ചോദിക്കുവാണ്. അതോ അത് കാണിച്ചു തരണോ? ഏട്ടത്തി പറഞ്ഞ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. വേണ്ട വാന്നേ, ഒന്നും പേടിക്കണ്ടെന്ന് പറയണ. അങ്ങനെ അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോകുമ്പോഴത്തേന് സൗണ്ട് എഞ്ചിനീയർ വേറെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചെന്ന് പരിചയപ്പെടുത്തുക, ഇതെന്റെ ഫ്രണ്ട് ശ്രീകാന്ത്, ഇത് ശ്രീകാന്തിന്റെ ഏട്ടത്തിയമ്മ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുക. അല്ല ഇപ്പൊ സാറ് ഫ്രീ ആണോന്ന് ചോദിക്കണം. അതെന്താ പക്ഷെ അങ്ങനെ? അല്ല ഇപ്പൊ ഒന്നും സ്റ്റുഡിയോയിൽ ആളുണ്ടോ? ഒന്ന് അവിടെ കയറ്റി ഒന്ന് കാണിക്കാനെന്ന് പറയാണ്. അതിന് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ അവിടെ ഫ്രീ ആയിട്ടിരിക്കുക, ആളൊന്നുമില്ല. പക്ഷെ ഒരു വോയിസ് എടുക്കാനുണ്ടായിരുന്നു, അവരിന്ന് ഡബിങ് ചെയ്യാൻ വരാന്ന് പറഞ്ഞിട്ട് വന്നിട്ടുമില്ല എന്ന് പറയാണ്. ഞാൻ ആ പാടെ പെട്ടിരിക്കുന്ന അവസ്ഥയിലാന്ന് പറയാ. എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയാ. പെട്ടെന്ന് വർഷ പറഞ്ഞു, അല്ല അവരിന്ന് വരുവോന്ന് അറിയത്തില്ല, പക്ഷെ കാര്യമുണ്ട്, ഇന്ന് തന്നെ ഇടേണ്ടത്, അവർക്ക് എന്തോ അസൗകര്യം ഉണ്ടെന്ന് വിളിച്ചറിയിച്ചിട്ടുണ്ടായിരുന്നു, വരാൻ പറ്റുമോ നോക്കാന്നൊക്കെ പറഞ്ഞു. അത് എത്രമാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, വന്നില്ലെങ്കിൽ ആ പണി വാളുമെന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, ഒരു വോയിസ് കൊടുത്താൽ പോരെ? അത് രേവതി ചേച്ചിക്ക് പറ്റില്ലേന്ന് ചോദിക്കണം. പെട്ടെന്ന് രേവതി ചേച്ചി ഞാനോ? അതെ. പെട്ടെന്ന് സൗണ്ട് എഞ്ചിനീയർ പറഞ്ഞു, അതെ ഒരു ഡയലോഗ് മാത്രമല്ലോ, അതൊന്ന് പറഞ്ഞാൽ മതി പറഞ്ഞു. എനിക്കൊന്നും പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, ഏട്ടത്തി എന്താ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഏട്ടത്തി ധൈര്യമായിട്ട് ഇരിക്കുക, ഏട്ടത്തി പോയി ചെയ്യാൻ പറയണം. പക്ഷെ രേവതി പോകാൻ വിസമ്മതിച്ച് കഴിയുമ്പോൾ ശ്രീകാന്ത് തള്ളി എന്ത് അങ്ങോട്ട് വിടുവാണ്. അങ്ങനെ രേവതിനെയും കൂടി ഡബിൾ സ്റ്റുഡിയോക്ക് ഉള്ളിലകത്തേക്ക് കയറുവാണ്. അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ രേവതിക്ക് വല്ലാത്തൊരു ടെൻഷനായി. ഇങ്ങനെ അയ്യോ എനിക്ക് വയ്യാട്ടോ, ഞാൻ ചെയ്യത്തില്ല എന്ന് പറയണം. ഇങ്ങനെ പേടിച്ചോണ്ടിരുന്ന എങ്ങനെ ശരിയാ, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ ചേറയിലേക്ക് അങ്ങോട്ട് പിടിച്ചെടുത്തുകയാണ്. പിന്നീട് ആ ചെവിക്കകത്ത് വെക്കേണ്ട ആ സാധനമൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഫോണൊക്കെ വെച്ച് കൊടുത്തിട്ട്, അതെ ഈ പറയുന്ന ഡയലോഗ് കാണിക്കുകയാണ്, ഇത് അതേപടി ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ മതി എന്ന് പറയും. ഇത് അതേപടി തന്നെ പറഞ്ഞാൽ മതിയോ? അതെ അത്ര മാത്രമേ ഉള്ളൂ. എന്നാലും എനിക്ക് പേടി, എനിക്ക് കയ്യും കാലും ഒക്കെ വിറയ്ക്കുന്നുണ്ട്. എന്റെ ചേച്ചി ഈ സമയത്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ട് ഒരു ഡയലോഗ് പറയുന്നതിന്? ചേച്ചി കണ്ണടച്ചങ്ങ് പിടിച്ചിട്ട് ധൈര്യമായിട്ട് അങ്ങോട്ട് മനസ്സിലങ്ങോട്ട് ഡയലോഗും വിചാരിച്ചിട്ട് ആ സീനത്തെ കാണും. അത് കഴിഞ്ഞിട്ട് ആ സീനെ നോക്കി അങ്ങോട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം സർവ്വദേവങ്ങളെയും വിളിച്ച് രേവതി ആ സീൻ വായിക്കുവാണ്. അയ്യോ ചേച്ചി ഇങ്ങനെ വായിച്ച കാര്യമില്ല, നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഉഷാറായിട്ട് ചേച്ചി അത് പറയാണ്. അവസാനം രേവതി അങ്ങനെ അത് നല്ല ഭംഗിയായിട്ട് പറയുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീകാന്തിനും അതോടൊപ്പം തന്നെ വർഷയ്ക്കും ഭയങ്കര സന്തോഷം വന്നിട്ട് അങ്ങനെ ആ ടേക്ക് ഓക്കെ ആവാണ്. അങ്ങനെ രേവതി അവിടെ നിന്ന് ഇറങ്ങുവാണ്. രേവതിക്കും ഭയങ്കര സന്തോഷമായിരുന്നു, ആദ്യമായിട്ട് താൻ ഇങ്ങനെയൊക്കെ ഒരു ജോലി ചെയ്യുന്നേ. അത് ഇവിടെ വന്നതിന് ശേഷം പിന്നീട് ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. പിന്നെ രേവതി നേരെ ദേവുവിനെ കാണാനായിട്ട് വരുന്നുണ്ട്. ദേവുവിനെ കണ്ടു കഴിഞ്ഞ് ദേവുവിനോട് വർത്താനൊക്കെ കൊണ്ട് ദേവുവിനോട് പറഞ്ഞു, അതെ അറിയാലോ ആ ഗജാനന്ദനെ കുറിച്ചൊന്നും ഒരു കാരണവശാലും സച്ചിനോട് പറഞ്ഞു പോയേക്കില്ല, പിന്നെ അതിന്റെ പേരിലായിരിക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ആളാകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നടക്കുമെന്ന് പറയണം. ചേച്ചി വിഷമിക്കൊന്നും വേണ്ട, ഞാൻ പറയില്ല എന്ന് പറയണം. ഉറപ്പാണല്ലോ അല്ലെന്ന് നിൽക്കണം. അങ്ങനെ അവർ രണ്ട് സംസാരിച്ചുകൊണ്ട് വരുന്ന സമയത്താണ് വഴിയിൽ ഗജാനന്ദന്റെ വണ്ടി ഇങ്ങ് വരുന്നുണ്ടേ. ഗജാനന്ദൻ അവരെ കണ്ടും വണ്ടിയും കൂടെ ഒതുക്കി ഇട്ടിട്ട് ചാടിയും കൂടെ ഇറങ്ങുവാണ്. അപ്പൊ ആ വരവ് കണ്ടപ്പോൾ തന്നെ ദേവന് ചെറിയ ഭയമൊക്കെ തോന്നി. പക്ഷെ രേവതിക്ക് ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല. ഗജാനന്ദൻ ഇങ്ങ് വന്നിട്ട് വെച്ചു, ഓഹോ രണ്ടുപേരും കൂടെ എങ്ങോട്ടായിരിക്കും പോലും ചിരിച്ചുല്ലസിച്ച് അങ്ങോട്ട് പോകണമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് മറുപടി പറയാനെന്ന് അറിയത്തില്ല. രേവതി ഇങ്ങനെ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന് ഫുൾ വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോടെ നിർത്തുന്നു. നന്ദി.